തണുപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും ഇവളെയും കൂട്ടിയിട്ട് ആശുപത്രിയിൽ പോയി ആവി പിടിക്കുക, ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ പണിയുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഇത് തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കാണ് കേട്ടോ, ഒരു UPHC ഒക്കെ പോലെയുള്ള ഒരു ക്ലിനിക്കാണ്. ചെന്നപ്പോൾ അവിടെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ കൺസൾട്ടേഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവളെ ഒന്ന് നെബുലൈസേഷൻ ചെയ്യിപ്പിക്കാമെന്ന് അത് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. തണുപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ, പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്. ഇപ്പോൾ 2 ദിവസം സ്കൂളിൽ പോയാൽ പിന്നെ 5 ദിവസം ലീവ്, അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഓരോ ആഴ്ച അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നെബുലൈസേഷൻ ചെയ്യാൻ പതിവുള്ളത് കേട്ടോ. അപ്പോൾ നെബുലൈസേഷൻ എല്ലാം ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് അവൾ തൊട്ടടുത്ത് തന്നെ കുറേ അരളിപ്പൂവുണ്ട് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോർട്ട്സ് ഇട്ട് അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ സെയിം ഇതന്നെ കേട്ടോ. ഇവിടെയും കൂട്ടിയിട്ട് ആവി പിടിക്കാൻ വന്നിട്ടാണ് ഉണ്ടായിരുന്നത്. അന്നേരം തന്നെയാണ് ഞാൻ ഈ ഒരു പൂ കണ്ടിട്ട് വീഡിയോ എടുത്തിട്ട് ഇടുന്നുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയിട്ടുള്ളത് മെഡിക്കൽ ഷോപ്പിലേക്കായിരുന്നു, തൊട്ടടുത്ത് തന്നെയാണ്. എനിക്കൊരു സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാധനം വാങ്ങിച്ചിട്ട് തിരിച്ച് നടക്കുമ്പോഴാണ് കേട്ടോ എയറോപ്ലെയിൻ്റെ സൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട് നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അത് എൻ്റെ സ്ഥിരം പരിപാടികൾ തന്നെയാണ്. എവിടെയെങ്കിലും എയറോപ്ലെയിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് നോക്കി നിൽക്കും കേട്ടോ. അതെന്താണെന്നറിയില്ല, ഒരു പ്രത്യേക തരം ഇഷ്ടമാണ് അതിനോട്. അവൾ പറയുന്ന അവൾ അച്ഛനയിലുണ്ട്, അച്ഛനെ കൊണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് കടയിലെല്ലാം കയറി ഈ പശുവിനെ കണ്ടപ്പോഴാട്ടോ ഒരു കാര്യം പറയാൻ മറന്നു. നേരത്തെ കണ്ട ആ പശുവിന് വായിൽ പ്ലാസ്റ്റിക് കെട്ടി കൊടുത്തിട്ടുള്ളത് അത് മറ്റ് സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു പശുവിനെ കണ്ടാലും വെറുതെ വിടില്ല, അതിനെ തലോടിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലെല്ലാം പോയി വീട്ടിലെത്തി.